ഞങ്ങളുടെ ഗവൺമെന്റ് അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഇത് ഈ ഭക്തജനങ്ങളുടെയൊക്കെ താല്പര്യം പരിഗണിച്ചുകൊണ്ട്, അവരുടെ ആശങ്ക പരിഗണിച്ചുകൊണ്ട് ആ അഭിഭാഷകനെ മാറ്റി എന്ന് പറയുന്നുണ്ട്. ഈ കേസിൽ പങ്കജ് ഭണ്ഡാരി 3ാം പ്രതിയാണ്. അങ്ങനെ നിൽക്കുന്ന ആളുടെ അഭിഭാഷകനാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി എത്തുന്നത്. ആകെ 2 ദിവസമേ ആ പോസ്റ്റിൽ ഇരുന്നിട്ടുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. പക്ഷേ സമർത്ഥനായ ഒരു അഭിഭാഷകനെ സംബന്ധിച്ച് 2 ദിവസം പോയിട്ട് 2 മണിക്കൂർ കിട്ടിയാൽ പോലും ഒരു കേസിൻ്റെ ഉള്ളറകളിലേക്ക്, അതിൻ്റെ സകലമാന വിവരങ്ങളിലേക്കും കടന്നു ചെല്ലാനുള്ള ഒരു സമയം അദ്ദേഹത്തിന് കിട്ടുകയാണ്. അപ്പോൾ ഈ കേസ് അട്ടിമറിക്കാൻ ഈ സർക്കാരിന്റെ ഭാഗത്ത് ചില നീക്കങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള സംശയം ആ സമയത്ത് ഉയർന്നതാണ്. നോക്കൂ, ഇതിനകത്ത് നീലിമ പറയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ പോലും വിശ്വാസത്തിലില്ലാത്ത. രജിൻ, ഞാൻ അങ്ങയിലേക്ക് വരാം. ഞാൻ അഡ്വക്കേറ്റ് അനിൽ വിളയിലിനോടാണ് ചോദിച്ചത്. അങ്ങയുടെ ടൈം ആകുമ്പോൾ അങ്ങക്ക് മറുപടി പറയാം. ദേവസ്വം ബോർഡിന്റെ ഈ അടുത്ത സമയത്ത് UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട വിവാദങ്ങളിൽ ഒന്നാണ് വക്കീലന്മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട്. അതിന്റെ ആദ്യ പടിയായിരുന്നു ദേവസ്വം ബോർഡിന്റെ വക്കീലായിട്ട് സ്പെഷ്യൽ പ്ലീഡറായിട്ട് നിയമിച്ച ഒരു വ്യക്തി. ഇന്നേ തീയതി വരെ ദേവസ്വം ബോർഡിന് സ്പെഷ്യൽ പ്ലീഡർ എന്ന് പറയുന്ന ഒരു തസ്തികയിൽ ആരെയും നിയമിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇദ്ദേഹത്തിനെ ധൃതി പിടിച്ച് അപ്രകാരം സ്പെഷ്യൽ പ്ലീഡർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിയമിച്ചു. അദ്ദേഹം സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് വെച്ചാൽ ഈ കേസിലെ മെറ്റീരിയൽ ഒബ്ജക്റ്റുകളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുകയും ഈ കേസിലെ പ്രധാനപ്പെട്ട റോള് വഹിക്കുകയും ചെയ്ത സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയിൽ ഹാജരായി വളരെ വിദഗ്ധമായി സ്മാർട്ട് ക്രിയേഷൻസിനെ ഊരിയെടുക്കാൻ ശ്രമം നടത്തിയ അഭിഭാഷകനെ നിയമിച്ചപ്പോൾ എല്ലാവരും എതിർക്കുകയുണ്ടായി. രജിൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ തന്നെ ഭക്തജന സമൂഹം പൂർണ്ണമായിട്ടും ആ നിയമനത്തിൽ സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി. കാരണം എന്താണ്? കുറുക്കന്റെ കോഴിക്കോടിന്റെ താക്കോൽ ഏൽപ്പിച്ചതായിട്ട് ഒരു പൊതുസമൂഹത്തിന് തോന്നിയാൽ തെറ്റ് പറയാൻ സാധിക്കില്ല. രണ്ടാമത്തെ കാര്യമുണ്ട്, നമ്മുടെ കഴിഞ്ഞ കുറേയേറെ കാലമായി LDF സർക്കാരിന്റെ കാലത്ത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരായിട്ടുള്ളത് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ അന്ന് വരെ മുൻകാലത്ത് മറ്റൊരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കാലുമാറി വന്നവർക്ക് വേണ്ടി റിസർവ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ കുറേയേറെ കാലം ഇടതുപക്ഷത്തിന്റെ കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം. BJPയിൽ പ്രവർത്തിച്ച് വളരെ വർഷക്കാലം പ്രവർത്തിച്ച വാസു മാസ്റ്റർ എന്ന് പറയുന്ന ആളിനെ മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കി മാറ്റി. കാലുമാറി വന്ന ഉടനെ തന്നെ മാറ്റിയതാണ്, എടുത്തു കൊടുത്ത പോസ്റ്റാണ്. MR മുരളി, ഷൊർണൂരിലെ CPM വിമതനായി നിന്ന വ്യക്തി തിരിച്ചു പാർട്ടിയിലേക്ക് വന്നപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനാക്കി. അതേപോലെ തന്നെയാണ് ഈ PS പ്രശാന്തിന്റെ കാര്യവും. അദ്ദേഹം കോൺഗ്രസിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു വന്ന വ്യക്തി, സീറ്റ് വരെ കൊടുത്ത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഗുരുതുല്യനായിട്ടുള്ള വ്യക്തിയെ പോലും വഞ്ചിച്ചു വന്നതിന്റെ പ്രത്യുപകാരം എന്ന രീതിയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തു. ചിങ്ങമാസത്തിലെ വാവു ദിവസം, കറുത്തവാവു ദിവസം രാത്രിയിൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്, ഈ കഥകളിലൊക്കെ കറുത്തവാവു ദിവസമാണ് ഈ കള്ളന്മാര് മോഷ്ടിക്കാൻ കയറുന്നത് പറയും. കാരണം എന്താ? ഇരുട്ടാണ്. ഇതേ ദിവസം തന്നെയാണ് ഈ ശബരിമലയിൽ നിന്ന് പ്രശാന്തും അജികുമാറും ഒക്കെ കൂടെ ചേർന്ന് അവിടുത്തെ ദ്വാരപാലക ശില്പം അടിച്ചുകൊണ്ട് പോയതെന്ന് എല്ലാവർക്കും അറിയാം. അന്നേരം കൃത്യമായ കള്ളത്തരം ഉള്ളിലുള്ള വ്യക്തികളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനം സംവരണം കൊടുത്തിരിക്കുകയാണ്. അതിന്റെ മറ്റു തലത്തിലാണ് ഈ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ പ്ലീഡറായിട്ട് ആളെ വെച്ചത്. അത് നീലിമ പറഞ്ഞതുപോലെ 2 ദിവസമൊന്നും വേണ്ട. മിടുക്കനായ ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫയൽ കിട്ടുകയാണെങ്കിൽ അയാൾക്ക് അനുകൂലമായിട്ടുള്ള ആ ഫയലിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ ഒരു മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ അന്നേരം തന്നെ ഫോട്ടോ എടുത്ത് കീശയിൽ സൂക്ഷിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് അതൊരു സംശയകരമായ സാഹചര്യം സമൂഹത്തിൽ ഉണ്ടാക്കി എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ആ തെറ്റ് തിരുത്തി എന്നുള്ളതും സമ്മതിക്കുന്നുണ്ട്, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്നും കേരള പോലീസിലെ തന്ത്ര പ്രാധാന്യമുള്ള പല സ്ഥാനങ്ങളും വഹിക്കുന്നത് ഈ പഴയ LDF സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ള ഒരു DYSPയും ഒരു പോലീസുകാരനും ശ്രീ MR അജിത് കുമാർ ഇന്ന് സസ്പെൻഷനിലായിട്ടുണ്ടല്ലോ. ഈ കാരണഭൂതന്റെ ഈ റിക്കവറി പ്രവർത്തനത്തിൽ നേതൃത്വം കൊടുത്ത MR അജിത് കുമാറുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരെ ഈ സംവിധാനത്തിലേക്ക് തിരികെ കയറ്റിയിട്ടുണ്ട്. അതും ഒരു അപകടമാണ്. ആ അപകടത്തിനെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് SITയിൽ നിന്ന് ആ 2 വ്യക്തികളെ ഒഴിവാക്കാനുള്ള ശ്രമം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ കേസ് അട്ടിമറിക്കപ്പെടും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ക്രിമിനൽ കേസ്, പ്രത്യേകിച്ച് മോഷണം പോലെയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നടന്ന കേസിലെ മെറ്റീരിയൽ ഒബ്ജക്റ്റ് നമ്മൾ നോക്കൂ. ആകെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗോവർദ്ധന്റെ ജുവലറിയിൽ നിന്ന് ഏകദേശം 400 ഗ്രാം സ്വർണം മാത്രമാണ് നമ്മൾ ഇതുവരെ പിടിച്ചെടുത്തിട്ടുള്ളത്. അതും ഗോൾഡ് ഇൻഗോട്ടാണ്.
പഴയ ചില നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഗോൾഡ് ഇൻഗോട്ട് ആണ് റിക്കവറി എങ്കിൽ ഇന്ത്യയിലെ എവിഡൻസ് ആക്ട് അനുസരിച്ച് അത് നിൽക്കത്തില്ല എന്നുള്ളതാണ് ചില പൊസിഷനുകൾ. പഴയ ചില കേരള ഹൈക്കോടതിയുടെ തന്നെ ചില വിധികളുണ്ട്. എന്ന് വെച്ചാൽ ഒരു കള്ളൻ സ്വർണ്ണ ഒരു മാല മോഷ്ടിച്ചാൽ ആ മാല റിക്കവറി ചെയ്യാതെ ആ ഉരുക്കിയ മാലയാണ് എന്ന് പറഞ്ഞ് ഹാജരാക്കിയത് നിൽക്കില്ല എന്ന് എവിഡൻസ് ആക്ടിനകത്ത് ചില ഡിസിഷനുകളുണ്ട്. അതേപോലെ തന്നെയാണ് ഇതിനകത്ത് റിക്കവറി എന്തിയെ, തൊണ്ടി എന്തിയെ, എവിടെയാണ് തൊണ്ടി, എത്ര കിലോ സ്വർണം പോയി, അതിൽ നിന്ന് എത്ര തിരിച്ചു പിടിച്ചു, ബാക്കി എവിടെയാണ്, ഇക്കാര്യങ്ങളെ പറ്റിയും ഒക്കെ തന്നെ കൃത്യമായ അന്വേഷണം നടക്കണം. ജംഷഡ്പൂരിലെ അന്വേഷണ റിപ്പോർട്ട് ചിലപ്പോൾ ഇവർക്ക് കിട്ടിക്കാണുമായിരിക്കാം. ഇനിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്നത് ഓണത്തിന്റെ അവധിക്ക് ശേഷം മാത്രമാണ്. ആ സമയത്തേക്ക് ഇവര് കൃത്യമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് മുമ്പോട്ട് പോയില്ല എങ്കിൽ ഈ കേസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേസിനകത്ത് പ്രതിയാക്കിയിരിക്കുന്ന ആരും കുഞ്ഞാടുകളൊന്നുമല്ല, വളരെ പ്രബലന്മാരാണ്, പുറത്തു നിൽക്കുന്ന പ്രബലന്മാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ന് തന്നെ PS പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം എത്ര തവണ ചോദ്യം ചെയ്തു, അയാൾക്കെതിരായിട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അയാൾ നശിപ്പിച്ചു കാണും. കാരണം എന്താണ്, അയാൾ ക്രിമിനൽ മനസ്സുള്ള, ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു കള്ള മനസ്സിന്റെ ഉടമയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കെതിരായ ഭാവിയിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള എല്ലാം നശിപ്പിച്ചു. അജീവമാരും ഒരു മിടുക്കനായ അഭിഭാഷകനായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിനെതിരായിട്ടുള്ള തെളിവുകളെല്ലാം ഇല്ലാതാക്കി കാണും. ആ ഒരു സാഹചര്യമായിട്ട് കൂട്ടി വായിക്കുമ്പോൾ ഈ പ്രോസിക്യൂട്ടറുടെ നിയമനം കുറച്ചൊക്കെ ദുരൂഹമാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ദുരൂഹതയാണ് ഈ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഈ രമേശ് ചെന്നിത്തലയെ സന്ദർശിച്ച കാര്യത്തിലും ഒരു ദുരൂഹത നമുക്ക് ആ ദുരൂഹതകളിലേക്കൊക്കെ നമുക്കൊന്ന് വരേണ്ടതുണ്ട്.